ഇത് കുടിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം? I mean the effect it has on your brain. കോഫി കുടിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറക്കം പോകാൻ. ആൻഡ് ഹൗ സോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ ബ്രെയിനിൽ എഡനോസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാക്കും. ഈ ഒരു കെമിക്കലാണ് നമ്മളെ ടയേർഡ് ആക്കുന്നത്. ടയേർഡ് ഇസ് ഈക്വൽ ടു സ്ലീപ്പിനെസ്. ഈ കെമിക്കൽ എന്തോരം ഉണ്ടാക്കണോ അത്രയും ക്ഷീണം ഉണ്ടാകും. ലൈക്ക് യുവർ ബ്രെയിൻ സ്ലോലി ടേണിങ് ഡൗൺ ദ വോളിയം. ഈ കഫീൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കെമിക്കൽ ബ്ലോക്ക് ചെയ്യും. സോ യു ഡോണ്ട് ഫീൽ സ്ലീപ്പി. വേറെന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഹാപ്പിനെസ്. ഡോണ്ട് വറി, ഇതും കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. ഈ പ്രാവശ്യം എന്ത് കെമിക്കലാണെന്ന് വെച്ചാൽ ഡോപ്പമീൻ, ദ ഫീൽ ഗുഡ് ഹോർമോൺ ഓർ കെമിക്കൽ. കഫീൻ ഡോപ്പമീൻ ലെവൽ എലവേറ്റ് ചെയ്യും. സോ യു ഫീൽ ഗുഡ്, മോട്ടിവേറ്റഡ് ആൻഡ് യു വിൽ ഇംപ്രൂവ് യുവർ ഫോക്കസ്. വേറെ ഒരെണ്ണം കൂടി ഇത് എലവേറ്റ് ചെയ്യും, ദി അഡ്രിനാലിൻ, ദ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് കോഫി. എവിടെയെങ്കിലും ട്രിപ്പ് പോണതിന് മുമ്പൊക്കെ കോഫി കുടിക്കുക എന്നുള്ളതൊരു എന്താണ് എന്തോ ആണ്. ഇതൊക്കെയാണ് കോഫി കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ആൻഡ് ഇറ്റ്സ് ട്രൂ. ഞാൻ മിക്കപ്പോഴും പ്രോഗ്രാമിങ്ങിനൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് കോഫി കുടിച്ചിട്ടേ ഇരിക്കാറ്. ആൻഡ് ഇറ്റ് ഡു ഹെൽപ്പ് വിത്ത് ഫോക്കസ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് 10 to 15 minutes എടുക്കും. ഉറങ്ങുന്നതിന് മുമ്പ് കോഫി കുടിച്ചാൽ സ്ലീപ്പ് ക്വാളിറ്റി അത് എഫക്റ്റ് ചെയ്യും. 4 to 6 hours ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. ആക്ച്വലി കോഫി ഉണ്ടാക്കുന്നതിനൊരു പ്രോസസ്സുണ്ട്, ബട്ട് എനിക്കതൊന്നും അറിയില്ല. ഞാൻ നോർമൽ ടീ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കും. ലാറ്റെ, ക്യാപ്പച്ചീനോ, എസ്പ്രെസ്സോ ഇതൊക്കെ ഓരോ ടൈപ്പ് കോഫിയാണ്. വേറെ കുറേയൊക്കെ ഉണ്ട് വിത്ത് ഡിഫറെൻറ്റ് കോഫി കോൺസെൻട്രേഷൻ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടി കണ്ടു നോക്കുക. ഇതും നല്ല വീഡിയോ ആണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.